മാട്ടുപ്പെട്ടി മച്ചാൻ, പ്രഭാകര പ്രഭു. അതില് തിരുവനന്തപുരം ഭാഷ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ മത്സരിക്കാന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷ അരച്ച് കലയ്ക്ക് കുളിച്ചിട്ടുള്ള ആളാണ് അമ്പിളിച്ചേട്ടൻ. എല്ലാം നമ്മള് പോതരവ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അധികം എന്തൊരു പോതരവ് കാണുമ്പോ തന്നെ എന്റെ അമ്മച്ചി എന്തൊരു ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ ഉരുട്ടി അമ്പിളിച്ചേട്ടൻ ഇത് കാണിക്കുമ്പോൾ അതിന്റെ കൂടെ ഈക്വലായിട്ട് 1 ഇഞ്ച് പോലും താഴാത്ത രീതിയിൽ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ് പിടിച്ചു എന്ന് ഒടുവില്ല. അതെ അതെ, അതിനെക്കുറിച്ച് പറയണം. അതെങ്ങനെയാണ് അദ്ദേഹത്തെ അന്നത്തെ കാലത്ത് ഇപ്പൊ ഈ ഉണ്ണിയേട്ടനുമായിട്ട് ഭയങ്കര ആത്മബന്ധം എന്ന് പറയില്ലേ? അപ്പൊ നമ്മളൊരു സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ഉണ്ണിയേട്ടാ ഒരു സിനിമയുണ്ട് അടുത്ത മാസമാണെന്ന് പറഞ്ഞാൽ പോലും ഞാനുണ്ട്, റെഡിയാണ്. അത് ആ ബന്ധത്തിന്. അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ ഓക്കെ, ഒടുവിലിനെ ഇട്ടാൽ ഇത് ഒട്ടും ശരിയാവില്ല. ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഉദയൻ്റെയും സിബിയുടെയും 2ാമത്തെ സ്ക്രിപ്റ്റാണ്. ഞങ്ങൾ തീരുമാനിച്ചു ഉണ്ണിയേട്ടൻ വേണ്ട, വിളിച്ച് പറയാം ഉണ്ണിയേട്ടാ ബുദ്ധിമുട്ടാവുമെന്ന് പറയാം. ഓൾറെഡി വാക്കും കൊടുത്തു. അപ്പം ഞാൻ വിളിച്ചു ഉണ്ണിയേട്ടാ ചെറിയ പ്രശ്നമുണ്ട്, ട്രിവാൻഡ്രം സ്ലാങ്ങാണ്, അമ്പിളിച്ചേട്ടനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അതിന് അത് ഉണ്ണിയേട്ടനത് ബുദ്ധിമുട്ടാകും എന്ന് ഇയാളോട് ആരാ പറഞ്ഞു? അല്ല ഞാൻ ചെയ്യും, വരുന്നു. യാതൊരു പ്രാക്ടീസ്. നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് അങ്ങനൊന്നുമില്ല, എടുത്തങ്ങ് പറയുകയാണ് ആ ചേവല കൂതറ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കും. കോച്ചിങ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ചെറിയ സാധനങ്ങൾ അമ്പിളിച്ചേട്ടൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതെ 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 അതെ. എന്തെങ്കിലും അതില് വലിക്കുന്നൊക്കെ ഇങ്ങനെ ഈ ഇരുത്തി സിഗരറ്റ് വലിക്കുക, ഇത് സഫാരി സൂട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ പേര് അച്ഛൻ്റെ അച്ഛൻ്റെ നസീറിനോട് ചോദിക്കുന്നു. ഉണ്ടോ? അയ്യോ, അത് ഇപ്പൊ ജോഷിനും പറഞ്ഞപ്പോൾ ആ ക്യാരക്ടർ പെട്ടെന്ന് നമ്മൾ ഒരു രീതിയിൽ കാസ്റ്റ് ചെയ്യുന്ന ഒരാളും ചിന്തിക്കാത്ത ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്. അത്രയും തിരുവനന്തപുരം ഭാഷ പറയുന്ന വേഷം. അവിടെയാണ് ആദ്യം പറഞ്ഞ പ്രതിഭയുടെ കാര്യം എന്ന് പറയുന്നത്. അതെ അതെ, ഒരു തികഞ്ഞ ആർട്ടിസ്റ്റാണ്. ഇപ്പം നമ്മൾ നേരത്തെ പഴയ വിൻസെന്റ് മാഷിന്റെ പടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.